റൊണാൾഡോ അങ്കിള് പാവല്ലേ, ഇവിടെ ഇപ്പൊ ഡാഡി ഇല്ലാത്തോണ്ടല്ലോ. റെഡിയാവേട്ടാ, കഷ്ടല്ലേ. പിള്ളേരുടെ സ്ഥാനത്ത് നിന്നാൽ മതി, വലിയ ആൾക്കാർ തീരുമാനിച്ചോളൂ എന്താ ചെയ്യണ്ടേന്ന് കേട്ടോ. ആ ഇവമ്മ വിട്ടാ പോലീസുകാര് വന്നത് അല്ലെന്ന് ഇടിച്ചാ. എന്തിനാന്ന് ഈ പരിപാടിക്കൊക്കെ പോവാൻ നിന്നത്? ഇല്ലി മോളെ മിണ്ടാരി, ഇനിയിപ്പോ ഒന്നും ചോദിച്ചു അവനെ വിഷമിപ്പിക്കണ്ട. പിന്നെ കാര്യം വീട്ടിലൊരു പോലീസുകാരുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരാവശ്യം വന്നപ്പോൾ രാഷ്ട്രീയക്കാരൻ തന്നെ വേണ്ടി വന്നു. സത്യം. ആ മച്ചമ്പിക്ക് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതായിപ്പോയി. എന്നെ ഒന്ന് കാണാൻ സ്റ്റേഷൻ വരെ വന്നില്ലല്ലോ. മച്ചമ്പിക്ക് അറിയോ, പോലീസുകാർ പൊറോട്ട അടിക്കുന്ന പോലെ എന്നെ എടുത്തിട്ട് അലക്കി, എന്നിട്ട് ഒരു കുപ്പി അടിക്കാനുള്ള പൈസ മച്ചമ്പി തന്നെന്ന് ഞാൻ പറഞ്ഞില്ല. മച്ചമ്പിക്ക് മനസാക്ഷി കുത്തെന്ന് പറയുന്നുണ്ട്. അച്ചമ്മയ്ക്ക് കുത്താൻ മാത്രമേ അറിയാവൂ, മനസാക്ഷി എന്ന് പറയണത് ഇല്ല. എന്നെ കാണാൻ സ്റ്റേഷൻ വരെ എന്ന് വന്നു. അത് പോട്ട് മറ്റേ ചെറുക്കയുടെ നിന്റെ കൂടെ വന്ന് അവനോടെ അഴുക്കപ്പായല്ലോ. അപ്പൊ പോലീസുകാരെ കണ്ടപ്പോ എന്നെ ഇട്ടിട്ട് ഓടിക്കളഞ്ഞു. ഓടാൻ പറ്റാത്തോണ്ട് ഞാൻ നിന്ന് പിടിയെടുത്തു. ഇങ്ങനെയുള്ള പേടിച്ച് തൂറികളുടെ കൂടെ നമ്മൾ ഒരു ബിസിനസ്സിന് ഇറങ്ങല്ലോ, ഒരു കച്ചവടത്തിന് ഇറങ്ങരുത്. എന്റെ കൈ കിട്ടുന്നതന്നെ അവന് പെരുന്നാളാ. അല്ല, വേറൊരു കാര്യമുണ്ട്. CI അപ്പുക്കുട്ട സാറിന്റെ അടുത്ത ആളായതുകൊണ്ട് നിന്നെ കൂടുതൽ ദേവോദ്രവവും ചെയ്തില്ല. നീ എന്തിനാണ് ഈ തല്ലിപ്പൊളി പരിപാടിക്ക് ഇറങ്ങിയത്? അത് എൻ്റെ ചെലവ്, വീട്ടു ചെലവെല്ലാം കൂടെ മച്ചമ്പിയുടെ ശമ്പളത്തിൽ നിന്ന് തികയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നെ കൊണ്ടാവുന്ന പോലെ ഒരു കൈത്താങ്ങ്. ഞാൻ അത്രേ വിചാരിച്ചുള്ളൂ. ഇനി ഒരു പരിപാടിക്കാൻ നിൽക്കത്തില്ല. മച്ചമ്പിയുടെ അഭിമാനം ഞാനായിട്ട് കളയത്തില്ല. പിന്നതല്ല എവിടെ ഇരിക്കുന്ന ലില്ലി? അമ്മേ അമ്മേ പിണ്ണതയിൽ ഇരിപ്പുണ്ടോ? പിണ്ടതയിലോ കൊട്ടൻ ചുക്കാതി ഇരിപ്പുണ്ട്. പോലീസിന്റെ ഇടിക്ക് കൊട്ടൻ ചുക്കാതിയാ നല്ലത്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് പറ്റ നല്ല വേദനയുണ്ട്. എവിടെ പോണം? തൈലം പറ്റ വേണ്ട, ഞാൻ അങ്ങോട്ട് കയറണേ. എന്തുവാട്ടാ അങ്ങനെ പറഞ്ഞു? പിന്നെന്താ വേണ്ട? പിന്നെ എങ്ങോട്ട് പോകാനായിട്ട്? പിന്നെന്താ വേണ്ട? ഞാനിവിടെ വളരെ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ്, ജോലി ജീവിക്കുന്ന ഒരാൾ. നിയമത്തിന്റെ മുന്നിൽ കുറ്റവാളിയാകുന്ന ഒരാൾ ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. ഞാൻ നിയമപാലകനാണ്. അതൊരു അബദ്ധം പറ്റിയതല്ലേ ഏട്ടാ? എന്താ അബദ്ധം? അളിയാ ഒന്ന് ക്ഷമിച്ച കളയാളിയാ. ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റും. നീ ഒന്ന് ഉപദേശിച്ചാൽ മതി. എത്ര പ്രാവശ്യം ഉപദേശിച്ചു, എത്ര പ്രാവശ്യം സ്റ്റേഷൻ ഇറക്കി. ഇനി പറ്റില്ല. എനിക്ക് ആരും സംസാരിക്കണ്ട. വെറുതെ തമാശ പറഞ്ഞ അളിയാ, ഇതൊക്കെ മോശമാണ് കേട്ടാ. അടിച്ചനാ നീ അവന്റെ മനസ്സ് വിഷമിക്കളിയാ. ഇങ്ങനെ ഒരാളെ വിഷമിപ്പിക്കല്ലേ. വേണ്ട വേണ്ട, അങ്ങനെ ഇവിടെ അട്ടിപ്പേറി കിടക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. നിങ്ങളുടെ ആട്ടുതുപ്പ് കേട്ട് ഞാൻ ഇവിടെ കിടക്കത്തില്ല. മാറി എന്നെ ഏറ്റെടുക്കാൻ എൻ്റെ ക്ലീറ്റർ മച്ചമ്പിയുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം മച്ചമ്പി. ഇനി നിങ്ങളുടെ കൺവെട്ടത് ഞാൻ വരത്തില്ല. കണ്ടോ, ഞാൻ തെല്ലുവെന്ന് പറഞ്ഞപ്പോൾ ആ മുഖത്തുണ്ടായ സന്തോഷം കണ്ടു. അതാ രക്തബന്ധം. കണ്ടുപഠിക്കുക.